നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ സമര സേനാനിയും ഭാരത ഏകീകരണത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളുമായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചു. പയ്യോളി പോലീസിൻ്റെയും പയ്യോളി ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചത്. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ കൂട്ടയോട്ടവും ട്രാഫിക് ബോധവൽക്കരണവും നടന്നു. കിഴൂർ പൂവടിത്തറയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പയ്യോളി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ പി ജിതേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കിഴൂർ പൂവടിത്തറയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പയ്യോളി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ പി ജിതേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SI പി ഷിമിർ അധ്യക്ഷത വഹിച്ചു. SI കെ സുദർശനകുമാർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. SPC ഡ്രിൽ ഇൻസ്പെക്ടർമാരായ രജീഷ് ചെമ്മേരി, MB ബിജീഷ്, പയ്യോളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ KP സുബിൻ, O സൂര്യ, മണിയൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകരായ VP ബ്രിജേഷ്, TP ഷീബ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഐക്യദിന പ്രതിജ്ഞ. ഞാൻ എൻ്റെ രാഷ്ട്രത്തിൻ്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനും എൻ്റെ സഹപൗരന്മാരിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ ഏകീകരണം സാധ്യമാക്കിയ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ദർശനത്തെയും പ്രവർത്തനങ്ങളെയും അനുസ്മരിച്ച് ഞാൻ ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുന്നു. രാജ്യത്തിൻ്റെ ആന്തരിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഞാൻ എൻ്റെ ഭാഗം നിർവഹിക്കുമെന്ന് ഞാൻ ഗൗരവപൂർവ്വം പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് SPC കേഡറ്റുകൾ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് റോഡുകളിൽ ട്രാഫിക് ബോധവൽക്കരണങ്ങൾ നൽകി. കറക്റ്റായിട്ട് ഇട്ടാൽ മാത്രമാണ് ഈ ഹെൽമെറ്റ് ഉണ്ടെന്നെങ്കിലും ഉപകാരമുള്ളൂ. ഇല്ല, ഇതങ്ങ് തെറിച്ചു പോകും. ഒരു ആക്സിഡന്റ് നടന്നാൽ ഇതിങ്ങനെ തെറിച്ചു പോകും. അതിന് ഹെൽമെറ്റ് വെക്കാത്തതിന്റെ അതേ പേ തന്നെയാണ് ഈ സ്ട്രാപ്പ് കൊടുക്കാത്തതിനും കിട്ടുന്നത് നിയമപ്രകാരം. അതുകൊണ്ട് ഇത് കൊടുക്കാൻ നിർബന്ധിതരാണ് പോകാറോ. ഇല്ലെങ്കിൽ എന്താണ്, ഇത് ഒരു ആക്സിഡന്റ് നടന്നാൽ ഈ ഹെൽമെറ്റ് തെറിച്ചു പോകും, തലയ്ക്ക് നമുക്ക് ഗുരുതരമായ പരിക്ക് പറ്റും. അന്ന് ബാക്കിലുള്ള ആളെ ഹെൽമെറ്റ് ഇടാത്തെ, ബാക്കിലുള്ള ആളിന്റെ ഹെൽമെറ്റ് ഇടാത്തെ. പക്ഷെ ഇവിടുന്നായിരുന്നെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് മാത്രമേ ഹെൽമെറ്റ് വേണ്ടൂ. അപ്പൊ രണ്ടുപേരും ഇടണ്ടേ? ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. അപ്പൊ നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഹെൽമെറ്റ് വെക്കണം.